എനിക്ക് നല്ല നെഞ്ഞുവേദനയാണ്. നല്ല നെഞ്ഞുവേദന. എന്ത് സംഭവിച്ചാലും ഡോക്ടറെ അടുത്തൊന്നും പോകില്ല. തൽക്കാലം കോവിഡിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ആസ്പത്രിയിലൊന്നും പോകുന്നില്ല, ഹോസ്പിറ്റലിൽ പോകുന്നില്ല, താല്പര്യമില്ല. അപ്പം കുളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, കുളിച്ചിട്ട് തന്നെ കാര്യം പറയും. അപ്പോൾ അറ്റാക്കായാലും നെഞ്ഞുപഴുപ്പായാലും കുഴഞ്ഞു വീണാലും എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഉത്തരവാദി എഞ്ചിനീയറിംഗ് കോളേജ് താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെയനും വന്ദന ശ്രീധരനും രാജേഷ് കെക്കുമാണ്. ഒപ്പ് ശേഖരിച്ചവരും ഒപ്പിട്ടവരും എല്ലാം പ്രതികൾ തന്നെയാണ്. ഇത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പിന്നെയും വെക്കുന്നു. സമൂഹത്തിൻ്റെ മുന്നിൽ പിന്നെയും വെക്കുന്ന കൊലപാതകം തന്നെയാണ്. വീട്ടിൽ നിന്ന് മരിച്ചാലും അത് കൊലപാതകമാണ്. അതിലെ പ്രതികൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പം അത് വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്ന നല്ല നെഞ്ഞുവേദനയുണ്ട്. ഒരിക്കലും പിന്മാറുമില്ല. ജീവൻ പോന്നവരെ ഈ പ്രതിഷേധം തുടരും. എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഈ പറഞ്ഞവരാണ്. അതായത് എന്നെ ഒരുപാട് ഇല്ലാത്ത അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിച്ച DT, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, DT രാജേഷ് കെയൻ, വന്ദന ശ്രീധരൻ, രാജേഷ് കെ പ്രതി അല്ലാത്തൊരു പ്രതി താൽക്കാലികമായിട്ടൊരു FIR ഇട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റാർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരവകാശപ്പെടുന്നത് അവർക്ക് പിറകിൽ സംഘടനയുണ്ട്, പാർട്ടി വക്കീലുണ്ട്, സർക്കാർ വക്കീലുണ്ട്, അവർക്ക് പണമുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിലൊന്നും ലക്ഷങ്ങൾ ചാടിയിട്ട് പോകുന്നില്ല, ഹോസ്പിറ്റലിലും പോകുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ബൈസ്റ്റാൻഡർ വേണം. എന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? ഞാൻ പ്രതിഷേധിച്ചത് ഞാനായിട്ട് തന്നെ തീരും. എൻ്റെ പ്രതിഷേധം എന്നിലൂടെ തീരണം. മറ്റാർക്കൊരു ദ്രോഹമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇതുമായിട്ട് ആത്മഹത്യ ചെയ്യൂല. ഇതുമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി പറഞ്ഞവരെല്ലാം തന്നെയാണ്. ഡയറക്ടർ അയാളെ പേര് കിട്ടുന്നില്ല, ഇപ്പോഴത്തെ ഡയറക്ടർ അയാൾ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് പ്രതികൾ. അതുകൊണ്ട് അതും കൂടി നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വെക്കുന്ന നെഞ്ഞുവേദന ഇല്ലോണ്ടാണ് പറഞ്ഞത്.